ഒരു ഫോറസ്റ്റ് ഓഫീസർ കാട്ടിലേക്ക് എത്തിയ ശേഷം അവിടെയുള്ള ഒരു ആദിവാസി പെണ്ണുമായിട്ട് പ്രണയത്തിലാകുന്നു. അവളോട് ആ ഓഫീസർ എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയാമോ? അപ്പോൾ പറഞ്ഞു വന്നത് 2022 ഇറങ്ങിയ ഇന്ദുവദന എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കുമാർ എന്നൊരാൾ ഒരു പെണ്ണിനെ കൊല്ലുന്നതാണ്. ആ പെണ്ണിനെ കൊലപ്പെടുത്തിയ ശേഷം അവിടെയുള്ള വേലക്കാരിയോടെ ഇത് ആരോടും പറഞ്ഞു പോകലെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. പിന്നീട് അവനും അവന്റെ ആൾക്കാരും ആ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇവൻ കൊലപ്പെടുത്തിയ പെണ്ണ് മുറ്റത്ത് പ്രേതമായിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് കുമാരൻ നല്ലപോലെ പേടിക്കുന്നുമുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ കൊലപ്പെടുത്തിയാലേ നിങ്ങളെ ആരും വെറുതെ വിടില്ലെന്നും ആ പെണ്ണ് കുമാരനോട് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് ഒരു കാടാണ്. അവിടെ 4 ഫോറസ്റ്റുകാർ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കുറെ കൊള്ളക്കാർ എത്തുന്നത്. കൊള്ളക്കാരെല്ലാം കൂടി ആ ഫോറസ്റ്റുകാരെ ആക്രമിക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള വാസു അവിടേക്ക് എത്തുന്നത്. വാസുവും കൊള്ളക്കാരും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കും. അതിനിടയിലാണ് കൊള്ളക്കാർ ഇവനെ വെടിവെക്കുന്നത്. അങ്ങനെ വെടി കിട്ടിയ നമ്മുടെ വാസു ആശുപത്രിയിലുമാകും. അങ്ങനെ വാസു ആശുപത്രി കിടക്കുമ്പോൾ അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാലും മതിയെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ കൂട്ടുകാർ അവനെ അവിടുന്ന് വിടുന്നുമില്ലായിരുന്നു. കാരണം അവന്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. പക്ഷെ അവനാണെങ്കിലോ വാശിയിലായതുകൊണ്ട് തന്നെ അവിടുന്ന് പോകണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ വാസു ആശുപത്രിയിൽ നിന്ന് പോകാനായിട്ടും തുടങ്ങും. കൂടെ അവന്റെ കൂട്ടുകാരുമുണ്ട്. പോകുന്ന വഴിയാണ് ബസ്സിലിരിക്കുമ്പോൾ വാസു അവന്റെ പഴയ കഥകളൊക്കെ പറയാൻ തുടങ്ങുന്നത്. വാസു അവന്റെ ഭാര്യയായിട്ടുള്ള ഇന്ദുവിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. വാസു പണ്ട് ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുമ്പോഴാണ് കാട്ടിൽ വെച്ച് ഇന്ദു എന്നൊരു പെണ്ണിനെ കാണുന്നത്. അവളെ കാണാൻ നല്ല സുന്ദരിയുമായിരുന്നു. വാസുവിന് അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷെ അവളുടെ ക്യാരക്ടറാണെങ്കിലോ കുറച്ച് ഹാർഡായിട്ടുള്ളതായിരുന്നു. വാസു എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അവൾ അത്ര അടുക്കുന്നില്ല. അതോടൊപ്പം അവൾ വാസുവിനോട് പറയുന്നുമുണ്ട് ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. കാരണം അവരുടെ ഗോത്രത്തിൽ പുറത്തുനിന്നുള്ള ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്. പിന്നീട് വാസു എങ്ങനെയൊക്കെയോ അവരുടെ ഭാഷ പഠിക്കും. അവരുടെ ഭാഷയിൽ വാസു അവളോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. ആദ്യമൊക്കെ ഇന്ദു ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ വാസു കുറെ പുറകെ നടന്നു കഴിയുമ്പോൾ അവൾക്കും ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. പിന്നീട് അത് പതിയെ പതിയെ വലിയ ബന്ധത്തിലേക്ക് പോകും. അവർ തമ്മിൽ കുറെ ടൈം ചിലവഴിക്കും. അങ്ങനെ ഒരിക്കൽ വാസു ഇന്ദുവിന്റെ പുറത്തൊരു ലവ് ഹാർട്ട് പച്ചകുത്തും. ഇതാണെങ്കിലോ അവരുടെ ഗോത്രത്തിലുള്ള ഒരാൾ കാണും. ജബു എന്നാണ് അവന്റെ പേര്. ഇത് ആര് കുത്തിയതാണെന്ന് ജബു അവളോട് ചോദിച്ചിട്ടും അവൾ പറയുന്നുമില്ല. അങ്ങനെ ജബുവിനെ ഇത് വാസു കുത്തിയതാണെന്ന് പിടികിട്ടും. അവരുടെ ഗോത്രത്തിൽ ഇതൊരു വലിയ വിഷയമാകും. അങ്ങനെ ജബു അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവളെ ഒരിടത്ത് കൊണ്ടുപോയി അടച്ചിടുകയും ചെയ്യും. ഇന്ദുവിനെ കാണാനെത്തിയ വാസുവിനെ ആണെങ്കിലോ ജബുവും ആളുകളും എല്ലാം പിടിച്ചുകൊണ്ടുപോയി അവനെ നല്ലപോലെ ഉപദ്രവിക്കും. അതോടൊപ്പം ഇന്ദുവിനെയും അവർ ഉപദ്രവിക്കാൻ നോക്കും. പക്ഷെ അവർ അവിടുന്ന് പോകും. ഇന്ദുവും പിന്നെ അവിടെയുള്ള കുറെ ആളുകളും ചേർന്ന് വാസുവിനെ എങ്ങനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുക്കും. പക്ഷെ ജബു വീണ്ടും അവിടേക്ക് എത്തി വാസുവുമായിട്ട് അടിയുണ്ടാക്കും. പക്ഷെ ഇപ്രാവശ്യം വാസു ജബുവിനെ എടുത്തിട്ടടിക്കും. പിന്നീട് എങ്ങനെയൊക്കെയോ വാസുവും ഇന്ദുവും അവിടുന്ന് രക്ഷപ്പെട്ടു ഓടും. അവർ രണ്ടുപേരും അവിടെ പോയി കല്യാണം കഴിക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് വാസു ഇന്ദുവുമായി വാസുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴോ വീട്ടിൽ അതിലും വലിയ പ്രശ്നം. വാസുവിന്റെ അച്ഛനും അമ്മയും ഒക്കെയും ഇന്ദു ആദിവാസി ആയതുകൊണ്ട് അവളുമായി ജാതി പ്രശ്നമുണ്ടാകും. വാസുവിന്റെ അച്ഛൻ വാസുവിനെയും ഇന്ദുവിനെയും വീട്ടിൽ കയറ്റത്തുമില്ല. അങ്ങനെ വാസുവും ഇന്ദുവും അവിടുന്ന് കുറച്ചു മാറി വേറൊരിടത്ത് താമസിക്കാനേ തുടങ്ങും. അങ്ങനെ അവിടെ എത്തി അവർ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കാനേ തുടങ്ങും. അങ്ങനെ വാസു ബസ്സിലിരുന്ന് ഈ കഥകളൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു തീർക്കും. ബസ്സിൽ നിന്ന് കൂട്ടുകാരുമായിട്ട് ഇറങ്ങി വാസു അവിടെയുള്ള ഒരു വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് വാസുവിന്റെ അനീതി അവിടേക്ക് എത്തുന്നത്. ഗായത്രി എന്നാണ് അനീതിയുടെ പേര്. ഗായത്രി വാസുവിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് മാറി നിൽക്കും. എന്നിട്ട് വാസുവിനോട് നടന്ന കഥകളൊക്കെ പറയും. അതായത് ഇന്ദു മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഗായത്രി വാസുവിനോട് പറയുന്നത്. ഇത് കേട്ട വാസു മൊത്തത്തിൽ ഷോക്കായി പോകും. എന്നാലാണെങ്കിലോ വാസു ഈ കാര്യം അവന്റെ കൂട്ടുകാരോട് പറയുന്നുമില്ല. ഇവന്റെ കൂട്ടുകാർക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി മദ്യം കഴിച്ചാൽ മതിയെന്നേ ഉള്ളായിരുന്നു. വാസു ആണെങ്കിൽ അവിടെയുള്ളൊരു കള്ള് ഷാപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വാസു അവന്റെ വീട്ടിലേക്ക് പോവുകയായി ഇന്ദു ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറയും. അങ്ങനെ കൂട്ടുകാർ ഷാപ്പിലേക്കും വാസു അവിടുന്ന് വീട്ടിലേക്കും പോകുന്നതായിട്ട് നമ്മളെ കാണിക്കും. എന്നാൽ വീട്ടിലെത്തുമ്പോഴോ ഇന്ദു അവിടെ ഉണ്ടായിരുന്നു. ഇന്ദു പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് വരും. വാസു ആണെങ്കിലോ സാധാരണ പോലെയാണ് അവളോട് പെരുമാറുന്നതും. അങ്ങനെ കുറെ നാള് കൂടി കണ്ട സന്തോഷം രണ്ടുപേരുടെ ഉള്ളിലുമുണ്ട്. രാത്രിയാകുമ്പോൾ വാസുവിന്റെ കൂട്ടുകാരും വാസുവിന്റെ വീട്ടിലേക്ക് എത്തും. വാസുവിന്റെ കൂട്ടുകാർക്കും ഇന്ദുവിനെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. പക്ഷെ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇന്ദുവിന്റെ ഒരു പ്രേതമായിട്ട് തോന്നിക്കും. അവൻ ഇവളെ കണ്ടപ്പോൾ തൊട്ട് നല്ല പേടിയാകുന്നുമുണ്ട്. രാത്രിയാകുമ്പോൾ വാസുവും ഇന്ദുവും ഒന്നിച്ചിരിക്കുമ്പോഴാണ് ആ കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ വാസു കതകു തുറക്കുമ്പോഴോ വാസുവും പ്രേതമായിട്ട് നിൽക്കുന്നു. ഇത് കണ്ട കൂട്ടുകാരനാണെങ്കിൽ അവിടുന്ന് പേടിച്ചോടും. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൻ ഒന്നും പിടികിട്ടുന്നില്ലായിരുന്നു. ഇതേ ടൈമിൽ മൂവിയുടെ തുടക്കം കാണിച്ച് കുമാരന്റെ കുറെ ആളുകൾ അവിടെ മുഴുവൻ മരണപ്പെട്ടു വീഴും. ഇത് ഇന്ദു കാരണമാണ് നടക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്ന് കുമാറും ആളുകളും പറയുന്നുമുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാസുവിന് ഒരു കുഴപ്പവുമില്ല. ആ കൂട്ടുകാരൻ വെള്ളമടിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത് എന്നൊക്കെ മറ്റുള്ള കൂട്ടുകാർ പറയും.
അങ്ങനെ ഒരിക്കൽ വീണ്ടും കുമാറിന്റെ ആളുകൾ മരണപ്പെട്ട് വീഴാനായിട്ട് തുടങ്ങും. ഒരിക്കൽ കുമാറും ആളുകളും ഇരിക്കുമ്പോഴാണ് അവിടെ ഇന്ദു പ്രത്യക്ഷപ്പെടുന്നത്. ഇതാണെങ്കിൽ വാസുവിന്റെ കൂട്ടുകാരും കാണുന്നുണ്ട്. അപ്പോഴാണ് അവന്മാർക്ക് പിടികിട്ടുന്നത് ഇന്ദു ശരിക്കും പ്രേതമാണ്, ഇവിടെ നിന്ന് എങ്ങനെയും പോകണമെന്നൊക്കെ. എന്നാൽ ഇത് വാസുവിനോട് പറയാൻ നോക്കുമ്പോഴോ ഇന്ദു അവരുടെ മുമ്പിലേക്ക് എത്തി ആ കൂട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കും. പിന്നീട് ഒരിക്കൽ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് വാസുവിന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകും. നോക്കുമ്പോഴോ വാസുവും ഇന്ദുവും പ്രേതമായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ബാക്കിയുള്ള കൂട്ടുകാർക്കും പിടികിട്ടുന്നത് കൂടെയുള്ളവന് പറഞ്ഞത് സത്യമായിരുന്നു എന്നത്. എന്നാൽ രാവിലെ ആയപ്പോൾ വാസുവിന് ഒരു കുഴപ്പവുമില്ല. ഇന്ദുവിന്റെ പ്രേതം വാസുവിന്റെ മേത്ത് കയറുന്നതാണെന്ന് കൂട്ടുകാർക്ക് പിടികിട്ടും. അതുകൊണ്ട് തന്നെ വാസുവിനെ ഇതിവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അവിടെയുള്ള നാട്ടുകാർക്കും വാസുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നായിരുന്നു. വാസുവിനോട് ഈ കാര്യം എല്ലാവരും പറയും. അങ്ങനെ പിന്നീട് കുമാർ ഏർപ്പാടാക്കിയ ഒരു മന്ത്രവാദി അവിടേക്ക് എത്തും ഇന്ദുവിനെ തളയ്ക്കാൻ വേണ്ടി. പുള്ളി അവിടേക്ക് എത്തി മന്ത്രങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്ദുവിന്റെ ആത്മാവ് അവിടേക്ക് എത്തുകയും ചെയ്യും. അവിടെ കുമാറും വാസുവിന്റെ കൂട്ടുകാരും അങ്ങനെ കുറെ ആളുകളും ഉണ്ടായിരുന്നു. വാസുവിന്റെ കൂട്ടുകാർ ഇന്ദുവിനോട് ചോദിക്കും വെറുതെ വാസുവിനെ എന്തിനാണ് ആത്മാവാക്കിയത് എന്ന്. അതോടൊപ്പം കുമാറും അവന്റെ ആളുകളെ എന്തിനാണ് കൊന്നതെന്നും ചോദിക്കും. എന്നാൽ ഇന്ദു ആണെങ്കിലോ വാസുവിനെ അങ്ങനെ ആത്മാവാക്കിയിട്ടില്ലെന്നും അതോടൊപ്പം കുമാരന്റെ ആളുകളെ അവൾ കൊന്നിട്ടില്ലെന്നും പറയും. പക്ഷെ ഇതൊന്നും അവർ വിശ്വസിക്കുന്നില്ലായിരുന്നു. മന്ത്രവാദിയാണെങ്കിൽ വീണ്ടും അവളെ വേദനിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോഴാണ് അവിടേക്ക് വാസു എത്തുന്നത്. വാസുവിനെയും മന്ത്രവാദി തളയ്ക്കാനായിട്ട് നോക്കും. പക്ഷെ അപ്പോഴാണ് വാസു കുമാരനോട് ദേഷ്യപ്പെടുന്നത്. അതോടൊപ്പം വാസുവിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനെയും കൂട്ടുകാരോട് പറയും. അന്ന് വാസുവും കൂട്ടുകാരും ബസ്സിൽ വന്നിറങ്ങിയത് നമ്മളെ വീണ്ടും കാണിക്കും. വാസുവിനെ ഗായത്രി വലിച്ചുകൊണ്ടുപോയിട്ട് പറയുന്നതാണെങ്കിലോ ഇന്ദു മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഇന്ദുവിനെ കുമാരന്റെ ആളുകൾ കൊലപ്പെടുത്തി എന്നാണ്. ഇത് കേട്ടപ്പോൾ വാസുവിന് ദേഷ്യം വന്ന് വാസു വാക്കത്തെയും എടുത്തുകൊണ്ട് കുമാരനെ കൊലപ്പെടുത്താൻ പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഗായത്രി ഒന്നുകൂടി പറയുന്നത് ഇന്ദു ആത്മാവായി ഗായത്രിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദു ഗായത്രിയോട് പറയും ഈ കാര്യം വാസു ഒരിക്കലും അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ വാസു ഇത് കൊലയാളിയായി മാറും, അതുകൊണ്ട് തന്നെ അവൾ ഇതുപോലെ ആത്മാവായി കഴിഞ്ഞുകൊള്ളാമെന്നും ഇന്ദു ഗായത്രിയോട് പറയും. ഇത് കേട്ട വാസു വന്ന് നല്ല വിഷമത്തിലാകും. വാസു അവിടുന്ന് പോകുന്നതാണെങ്കിലോ ഒരു ശവം കത്തിക്കുന്നിടത്തേക്കായിരുന്നു. അവിടെ ചെന്ന വാസു ആ തീ എടുത്ത് കൊളുത്തി അവിടെ തന്നെ വാസു മരണപ്പെടും. ശരിക്കും വാസു അന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ വാസുവിന്റെ ആത്മാവായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ദു അല്ല, വാസുവാണ് ശരിക്കും കുമാരന്റെ ആളുകളെല്ലാം കൊലപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് വാസു കുമാരനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഇന്ദുവിന്റെ വീടിനടുത്തുള്ള ഒരു പെണ്ണ് അവിടേക്ക് വരുന്നത്. അവള് പറയും കുമാർ ഒരിക്കലും പറയില്ല, കാരണം അത് കുമാർ അല്ല ചെയ്തതെന്ന്. അപ്പോഴാണ് മൂവിയുടെ തുടക്കം കാണിച്ച സീൻ നമ്മളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ദുവിനെ അന്ന് കൊന്നത് കുമാർ അല്ല, വാസുവിന്റെ അച്ഛനായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ജാതിയുടെ വിഷയം തന്നെ. അതുമാത്രമല്ല ഇന്ദു എന്ന പ്രജ്ഞനും കൂടിയായിരുന്നു. ആ ഇന്ദുവിനെയാണ് വാസുവിന്റെ അച്ഛൻ ചവിട്ടി കൊലപ്പെടുത്തിയത്. വാസുവിന്റെ അച്ഛൻ ഇവിടേക്കും എത്തുന്നുണ്ട്. വാസുവിന്റെ കുട്ടി അവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് വാസുവിന്റെ അച്ഛൻ കൊന്നത് എന്ന് പുള്ളി പറയും. ഇത് കേട്ട വാസുവിന് നല്ല ദേഷ്യം വന്ന് നിലവിളിക്കാനായും തുടങ്ങും. അപ്പോഴാണ് വാസുവിന്റെ കൂട്ടുകാർ പറയുന്നത് ഗർഭിണിയായ ഒരു പെണ്ണിനെ ചവിട്ടിക്കൊന്ന ഇയാളെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊല്ലണമെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന നാട്ടുകാരും വാസുവിന്റെ അച്ഛനെ തല്ലിക്കൊല്ലാൻ വേണ്ടി പുറകെ ഓടും. വാസുവിന്റെ അമ്മ അവനോട് മാപ്പ് ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ഒടുവിൽ മരണപ്പെട്ട ആത്മാവായെങ്കിലും വാസുവിന്റെയും ഇന്ദുവിന്റെയും പ്രണയം തുടർന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.